ഹലോ ഫ്രണ്ട്സ്, വിങ്സ്പയറിൻ്റെ SCRT സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരള ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇത് നമ്മുടെ സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനസംഖ്യ, ജനസാന്ദ്രത, ഇങ്ങനെ കുറേ ഫാക്റ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ജനസംഖ്യ, ജനസാന്ദ്രത, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം, 2028 ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാകും. ദെൻ സ്ത്രീ പുരുഷാനുപാതം, ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്ക്. ഇങ്ങനെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ, ഞാൻ കണക്ക് വായിക്കാത്തത് ഇത് 2019 കണക്ക് പ്രകാരമുള്ള, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കണക്ക് പ്രകാരമുള്ള കണക്കിലാണ് കൊടുത്തുള്ളത്. ഇന്നത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സോ ആ കണക്കുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിക്കുന്ന ചില അടിസ്ഥാന വിവരങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ 2011 സെൻസസ് പ്രകാരമുള്ള കണക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ജനസംഖ്യ? ജനസംഖ്യ സംബന്ധമായ വിവരങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? എല്ലാ പ്രദേശത്തും ജനസംഖ്യാ വിതരണം ഒരുപോലെയാണോ? ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഇതിൻ്റെ ഭൂമിശാസ്ത്ര ഘടകങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ജനസംഖ്യ കൂടാനും കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ വിഭവാസൂത്രണം, വിഭവ വിനിയോഗം തുടങ്ങിയ മേഖലകളിൽ ജനസംഖ്യ കണക്കുകളുടെ പ്രസക്തി വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം റിസോഴ്സുകൾ നമുക്ക് ഉണ്ട്, അപ്പോൾ അത് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, അല്ലേ? ഇപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്നനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങുന്നതും സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും, അല്ലേ? അതേപോലെ നമ്മുടെ രാജ്യത്തിൽ എത്ര ആളുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഓരോ റിസോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും. മേൽ സൂചിപ്പിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ അത് നമുക്ക് ബോധ്യമാകും. അതിനായിട്ട് നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നു പോകാം. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് അവിടുത്തെ ജനസംഖ്യ. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ഇവിടുത്തെ ജനസംഖ്യ. ഇപ്പോൾ 2024 ജനസംഖ്യ എന്താണെന്ന് ചോദിക്കുമ്പോൾ 2024 എന്ന ഈ വർഷത്തിൽ, അപ്പോൾ നിശ്ചിത കാലയളവ് ഇന്ത്യയിൽ, അതാണ് പ്രദേശം, അധിവസിക്കുന്ന ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് ജനസംഖ്യ. ഒരു രാജ്യം അറിയപ്പെടുന്നത് അവിടുത്തെ ജനങ്ങളിലൂടെയാണല്ലോ. എന്തെന്നാൽ വിഭവങ്ങളെ ഉൽപാദനപരമായി ഉപയോഗപ്പെടുത്തുന്നതും രാജ്യത്തിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതും ജനങ്ങളാണ്. അതിനാൽ മനുഷ്യ വിഭവമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അവിടുത്തെ മനുഷ്യനാണ്. സോ അവിടുത്തെ മനുഷ്യ വിഭവമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ പുരോഗതിക്കും ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയാൻ കഴിയുന്നത്. മനുഷ്യക്ഷേമമാണല്ലോ വികസനത്തിന് ആധാരം. ഇതിനായി ആഹാരം, വസ്ത്രം, പാർപ്പിടം, തൊഴിൽ, മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ജനസംഖ്യാ സംബന്ധമായ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്താൽ മാത്രമേ ലഭ്യമായ വിഭവങ്ങൾ യഥാവിധി പ്രയോജനപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യാനാകൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര പേരുണ്ട് എന്ന് അറിഞ്ഞാലേ അവർക്കനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ആസൂത്രണങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ജനസംഖ്യാ കണക്കുകളുടെ വിശകലനം ആവശ്യമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെ? നമുക്ക് ഭക്ഷണധാന്യ ഉൽപാദനം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി, തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സർവ്വവിധ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എത്ര ജനങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ആ ജനങ്ങൾക്ക് മതിയായ രീതിയിലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ദെൻ ജനസംഖ്യാ വിതരണം. ഇന്ത്യയിലെ ജനസംഖ്യാ വിതരണം കാണിക്കുന്ന ഭൂപടം ശ്രദ്ധിക്കൂ. ഇപ്പോൾ ജനസംഖ്യാ വിതരണം നടത്തുന്ന ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഓരോ സംസ്ഥാനത്തിലും എത്ര ജനങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ജനസംഖ്യാ ഭൂപടം നോക്കൂ. ദെൻ ജനസംഖ്യ കൂടുതലായി കേന്ദ്രീകരിച്ച് കാണുന്ന പ്രദേശങ്ങളും ജനസംഖ്യ തീരെ കുറവുള്ള പ്രദേശങ്ങളും ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അത് നോക്കിയാൽ നമുക്ക് ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്, കുറഞ്ഞ സംസ്ഥാനം ഏതെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. സോ ഇത് പഴയ മാപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഇത് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനവും ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനവും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റ് ചെയ്യാൻ കുറേ വീഡിയോസ് മുതലേ പറയുകയാണ് ഞാൻ, പക്ഷെ നിങ്ങളുടെ റിപ്ലൈ ഒന്നും കാണുന്നില്ല. സോ നിങ്ങൾ പ്രതികരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സിൻ്റെ ലഭ്യതയും അതിൻ്റെ ക്വാളിറ്റിയും ഉയർന്നു വരും കേട്ടോ.
ഇന്ത്യയുടെ ജനസംഖ്യാ ഭൂപടത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ കാണിക്കുന്ന ഭൂപടവുമായിട്ട് താരതമ്യം ചെയ്തു നോക്കൂ. അപ്പോൾ ഉത്തര മഹാസമതല പ്രദേശത്തിലുടനീളം ജനസംഖ്യ കൂടുതലായി കേന്ദ്രീകരിച്ചത് കണ്ടില്ലേ? എന്തുകൊണ്ടാണ്? ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ നമുക്ക് വിഭവങ്ങൾ കൂടുതലാണ്, റിസോഴ്സുകൾ കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ജനസംഖ്യ കൂടുതലുണ്ടാവും അല്ലേ? ഉപദ്വീപീയ പീഠഭൂമിയിലാകെ താരതമ്യേന കുറഞ്ഞ ജനസംഖ്യയാണുള്ളത്. കാരണം അവിടെ റിസോഴ്സുകൾ കുറവാണ്. സമതലങ്ങളിലെ പോലെ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളിലെ കുറവും ചെന്നെത്താനുള്ള ബുദ്ധിമുട്ടും അല്ലെ? ഉപദ്വീപീയ പീഠഭൂമി ആകുന്ന സമയത്ത് അവിടെ എത്തിപ്പെടാൻ, ഉയർന്ന പ്രദേശമാണല്ലോ, അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതുക്കളുടെ ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചില പ്രദേശങ്ങളെ ഉയർന്ന ജനവാസ മേഖലകളാക്കുന്നു. ഗതാഗത വാർത്താവിനിമയ മേഖലകളിലെ പുരോഗതിയും ഇതിനാക്കം കൂട്ടുന്നു. അപ്പം എന്തുകൊണ്ട് ഉത്തര മഹാസമതലങ്ങളിൽ സമതലങ്ങളിൽ ജനവാസം കൂടുതലും മറ്റുള്ള സ്ഥലങ്ങളിൽ ജനവാസം കുറവും എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ സഞ്ചാരത്തിനുള്ള ആ ഒരു എളുപ്പം, അതേപോലെ കൃഷിക്കുള്ള അനുയോജ്യത, ഇതൊക്കെ അനുസരിച്ചാണ് ആളുകൾ താമസിക്കുന്നത്. സോ ജനസംഖ്യാ വിതരണത്തിൽ ഭൂപ്രകൃതിയുടെ സ്വാധീനം എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പദസൂര്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ കാലാവസ്ഥ, നഗരവൽക്കരണം, ധാതുക്കൾ, മണ്ണിനങ്ങൾ, ജലലഭ്യത, ഭൂപ്രകൃതി, വ്യവസായവൽക്കരണം, ഇതെല്ലാം നമ്മുടെ ജനസംഖ്യയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയുടെ ആകെ സ്ഥല വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് ലോകത്തിൻ്റെ ആകെ കരവിസ്തൃതിയുടെ 2.5%. എന്നാൽ ഇന്ത്യ ഉൾക്കൊള്ളുന്ന ലോക ജനസംഖ്യയുടെ 17.5%. വ്യത്യാസം മനസ്സിലാക്കുക. ഇന്ത്യക്ക് ആകെയുള്ള കരവിസ്തൃതി ലോകത്തിലെ കരവിസ്തൃതിയുടെ 2.5%, 2.5% മാത്രമാണ്. പക്ഷെ ലോക ജനസംഖ്യയുടെ 17.5% ഇന്ത്യയിലാണ്. അപ്പോൾ ആളുകൾക്ക് മതിയായിട്ടുള്ള ഒരു വാസസ്ഥലവും മറ്റും ഇന്ത്യയിൽ ഇല്ല എന്നാണ് അതിനർത്ഥം അല്ലേ? ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശവും ശരാശരി 382 ആളുകളെ ഉൾക്കൊള്ളുന്നു. ഇതാണ് ഇന്ത്യയുടെ ജനസാന്ദ്രത. അപ്പോൾ ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിലും എത്ര ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അതാണ് ജനസാന്ദ്രത. ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ ജനസാന്ദ്രത എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനസംഖ്യ നോക്കും. ജനസംഖ്യ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് എത്ര ഭൂപ്രദേശം ഉണ്ട് എന്ന് നോക്കും. ഇവകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ജനസാന്ദ്രത കിട്ടും. അപ്പോൾ അതാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. നമ്മുടെ ആകെ ജനസംഖ്യ നോക്കുന്നു, നമ്മുടെ ഭൂവിസ്തൃതി നോക്കുന്നു, എന്നിട്ട് ഇവ തമ്മിൽ ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ജനസാന്ദ്രത കിട്ടും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശരാശരി ജനസംഖ്യ, ഇതിനെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന് വിളിക്കുന്നത്. ഒരു പ്രദേശത്തെ ജനസംഖ്യയെ ഭൂവിസ്തൃതി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ജനസാന്ദ്രത കണക്കാക്കാൻ കഴിയും. പഠിച്ചു വെക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. ജനസാന്ദ്രതയും ജനസംഖ്യയും രണ്ടാണ്. ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ ആകെ ജനസംഖ്യയെ ഭൂവിസ്തൃതി കൊണ്ട് ഹരിക്കുന്നതാണ്. ജനസാന്ദ്രതയിൽ ബംഗ്ലാദേശ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് പിന്നിലായി 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതൊക്കെ പിന്തള്ളിയിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യയിലാകട്ടെ ജനസാന്ദ്രതയിൽ ഇത് നിങ്ങൾ പഠിക്കരുത്, ഈ ഫാക്ട് നിങ്ങൾ പഠിക്കരുത്, അതിലൊക്കെ മാറ്റം വന്നു. ഇന്ത്യയിലാകട്ടെ ജനസാന്ദ്രതയിൽ പ്രകടമായ പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. 2011 സെൻസസ് പ്രകാരം ചതുരശ്ര കിലോമീറ്ററിൽ 17 പേർ മാത്രമുള്ള അരുണാചൽ പ്രദേശ്, ഈ കണക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിലും ചതുരശ്ര കിലോമീറ്ററിൽ 11,297 പേരെ ഉൾക്കൊള്ളുന്ന ഡൽഹി ഏറ്റവും മുന്നിലുമാണുള്ളത്. സംസ്ഥാനങ്ങളിൽ ബീഹാറിനാണ് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രത. സോ ഇതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഭൂപടം നോക്കുക. ഇന്ത്യയുടെ ജനസാന്ദ്രത 2011 ജനസാന്ദ്രത ആയതുകൊണ്ട് ഞാനതെല്ലാം വായിക്കുന്നില്ല, കാരണം ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കണക്കുകൾ വന്നിട്ടുണ്ട്. സോ ഇത് ഞാൻ എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് വിവരങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നിരപ്പായ ഭൂപ്രകൃതി, മിതമായ കാലാവസ്ഥ, കൃഷിക്ക് യോജിച്ച ഫലപുഷ്ടിയുള്ള മണ്ണിനങ്ങൾ, ശുദ്ധജല ലഭ്യത തുടങ്ങിയ പ്രധാന ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് മുഖ്യമായും ചില പ്രദേശങ്ങളിൽ ഉയർന്ന ജനസാന്ദ്രതയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ നിരപ്പായ ഭൂപ്രകൃതി, നല്ല കാലാവസ്ഥ, കൃഷിക്ക് യോജിച്ച മണ്ണ്, ശുദ്ധജല ലഭ്യത, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ താമസിക്കുക അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മളൊരു വീട് വെക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും? നല്ല ഭൂപ്രകൃതിയാണ്,
പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയൊന്നും എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ നോക്കാറില്ല. കാരണം നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്കിപ്പോൾ ചൂടാണെങ്കിൽ വീട്ടിൽ AC ഫിറ്റ് ചെയ്യാം, ഇനി തണുപ്പ് പ്രദേശങ്ങളാണെങ്കിൽ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, കാലാവസ്ഥ നോക്കില്ല. ദെൻ കൃഷിക്ക് യോജിച്ച ഫലപുഷ്ടിയുള്ള മണ്ണിനങ്ങൾ അത് നമ്മൾ അങ്ങനെ നേരിട്ട് നോക്കില്ല. കടകൾ എടുത്തുണ്ടോ, സൂപ്പർ മാർക്കറ്റ് എടുത്തുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുക അല്ലേ. ദെൻ നല്ല വെള്ളം നോക്കും, നല്ല വെള്ളം അത് നമ്മൾ നോക്കും അല്ലേ. ഇനി കൂടാതെ ധാതു ലഭ്യമായ പ്രദേശങ്ങളിലും വ്യാവസായിക മേഖലകളിലുമുള്ള വർദ്ധിച്ച തൊഴിൽ സാധ്യതകളും നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആകർഷകമായ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ഇത്തരം പ്രദേശങ്ങളിലെ ഉയർന്ന ജനസാന്ദ്രതയ്ക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഈ താഴെ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. നമുക്ക് ജോലിക്ക് പോയി വരാൻ എളുപ്പമുള്ള, അതേപോലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും അല്ലെ, ഹോസ്പിറ്റലും സ്കൂളൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ വീട് വെച്ച് താമസിക്കുക. ജനസാന്ദ്രതയിലെ അസന്തുലിതാവസ്ഥയ്ക്കുള്ള കാരണങ്ങളും അതിൽ ഭൂമി ശാസ്ത്ര ഘടകങ്ങളുടെ പ്രാധാന്യവും ബോധ്യമായല്ലോ. അപ്പോൾ ഒരു പ്രദേശത്തുള്ള ജനസംഖ്യയിൽ മാറ്റമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജനസംഖ്യാ വളർച്ച. നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ജനസംഖ്യാ വളർച്ച. അപ്പോൾ ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത പ്രദേശത്ത് അധിവസിക്കുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വളർച്ചയാണ്. ഇത് പൊതുവെ ശതമാനത്തിലാണ് കണക്കാക്കാറുള്ളത്. അപ്പോൾ ജനസംഖ്യാ വളർച്ച നമ്മൾ ശതമാനത്തിലാണ് പറയാറ്. ഇന്ത്യയിലെ ദശാബ്ദ വളർച്ചാ നിരക്ക് 17.7%. 17.7%. അതായത് 2001 ജനസംഖ്യയേക്കാൾ 17.7% 2011 ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വളർച്ചയെ അനുകൂല ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നു. അപ്പോൾ ജനസംഖ്യയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന വളർച്ചയെ അഥവാ ഈ ഒരു വർധനവിനെ നമ്മൾ അനുകൂല ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നു. പോസിറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഒരു പ്രദേശത്തെ ജനസംഖ്യ കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന് നമ്മൾ എന്ത് പറയും, ജനസംഖ്യയുടെ പ്രതികൂല വളർച്ച. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ അനുകൂല വളർച്ച എന്നും കുറയുന്നതിനെ പ്രതികൂല വളർച്ച എന്നും പറയുന്നു. ഇനി ജനസംഖ്യയിൽ മാറ്റമുണ്ടാകാനുള്ള കാരണം ജനന നിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയാണ്. ജനന നിരക്ക്, അപ്പോൾ എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട്, എത്ര ആളുകൾ മരിക്കുന്നുണ്ട്, പുറം നാടുകളിൽ നിന്നും എത്ര ആളുകൾ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്ര ആളുകൾ പുറത്തേക്ക് പോകാറുണ്ട്. ഇതെല്ലാമാണ് ജനസംഖ്യാ മാറ്റത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ജനസംഖ്യാ മാറ്റത്തെ സ്വാധീനിക്കുന്ന സ്വാഭാവിക ഘടകങ്ങളാണ് ജനന നിരക്കും മരണനിരക്കും. ഉയർന്ന ജനന നിരക്കും കുറഞ്ഞ മരണ നിരക്കും. അതാ കൂടുതൽ കുട്ടികൾ ജനിക്കുന്നുണ്ട്, ആളുകൾ മരിക്കുന്നത് കുറവാണ് എങ്കിൽ ജനസംഖ്യാ വർധനവിന് കാരണമായേക്കാം. ഈ മരണ നിരക്ക് ഉയരുന്നത് ജനസംഖ്യ കുറയുന്നതിനും കാരണമാകും. ആധുനിക ലോകത്ത് ജനസംഖ്യാ മാറ്റത്തെ നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ് കുടിയേറ്റം, മൈഗ്രേഷൻ. എന്താണ് കുടിയേറ്റം? ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ജനങ്ങൾ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ മാറി താമസിക്കുന്നതിന് കുടിയേറ്റം എന്ന് പറയുന്നു. കുടിയേറ്റം ഇപ്പോൾ പ്രവാസമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു തരത്തിലുള്ള കുടിയേറ്റം തന്നെയാണ്. അപ്പോൾ കുടിയേറ്റം നമുക്ക് രണ്ട് തരത്തിൽ പറയാം, രാജ്യാന്തര കുടിയേറ്റവും ആഭ്യന്തര കുടിയേറ്റവും. അപ്പോൾ നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നതിന് രാജ്യാന്തര കുടിയേറ്റം. ഇനി നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നതിന് ആഭ്യന്തര കുടിയേറ്റം. അപ്പോൾ രാജ്യാന്തര കുടിയേറ്റം രണ്ട് തരത്തിലുണ്ട്, രാജ്യാന്തര ആഗമനം, രാജ്യാന്തര ഗമനം. രാജ്യാന്തര ആഗമനം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരിക, രാജ്യാന്തര ഗമനം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോവുക. ഓക്കെ അല്ലേ? ഇനി ആഭ്യന്തര കുടിയേറ്റമുണ്ട്, സംസ്ഥാനാന്തര കുടിയേറ്റവും സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റവും. സംസ്ഥാനാന്തര കുടിയേറ്റവും സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റവും. അപ്പോൾ ഒരു സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുന്നത് സംസ്ഥാനാന്തര കുടിയേറ്റം. ഇനി സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള കുടിയേറ്റമാണ്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ട്, ജില്ലാന്തര കുടിയേറ്റവും ജില്ലാ ആഭ്യന്തര കുടിയേറ്റവും. ജില്ലാന്തര കുടിയേറ്റം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ കൊല്ലത്ത് പോയി താമസിക്കുക. ജില്ലാ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലത്ത് ഒരു പ്രദേശത്തുള്ള ആൾ മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കുക. ഓക്കെ അല്ലേ? വളരെ എളുപ്പമുള്ള ഫാക്റ്റാണ്, പഠിച്ചു വെക്കുക. ഇനി രാജ്യാതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെയാണ് രാജ്യാന്തര കുടിയേറ്റം അഥവാ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തേക്ക് ജനങ്ങൾ വന്നു ചേരുന്നതിനെ രാജ്യാന്തര ആഗമനം. അപ്പോൾ ഒരു രാജ്യത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നതിന് രാജ്യാന്തര ആഗമനം. ഇനി രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നതിന് രാജ്യാന്തര ഗമനം. അപ്പൊ ഇന്ത്യയിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അത് രാജ്യാന്തര ആഗമനം, ഇങ്ങോട്ട് വരിക, ഇമിഗ്രേഷൻ ആണ്. ഇനി ഇന്ത്യ വിട്ട് ഒരാൾ ഗൾഫിലേക്ക് പോകുന്നത് എമിഗ്രേഷൻ ആണ്, രാജ്യാന്തര ഗമനമാണ്. ഇത് പഠിച്ചു വെക്കുക. ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരു രാജ്യത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അത് ഇമിഗ്രേഷൻ ആണ്, ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അത് എമിഗ്രേഷൻ ആണ്. ഇനി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ രാജ്യാന്തര കുടിയേറ്റക്കാർക്ക് ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക്
ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? രാജ്യാന്തര ഗമനമാണ് അല്ലെ, രാജ്യാന്തര ഗമനമാണ്. ഓക്കെ അല്ലേ? ഇനി രാജ്യാതിർത്തിക്കുള്ളിൽ തന്നെയാണ് കുടിയേറ്റങ്ങൾ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം കുടിയേറ്റങ്ങൾക്ക് പ്രധാന കാരണം തൊഴിലാണ് അല്ലെ. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൂടുതലും വരാറുണ്ട്. അപ്പോൾ രാജ്യത്ത് മെച്ചപ്പെട്ട തൊഴിലും വേതനവും ലഭിക്കുന്ന ഇടങ്ങളിൽ ജനങ്ങൾ പോകുന്നു. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ഇതിന് ഉദാഹരണമാണ്. കണ്ടില്ലേ, ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ഇവർ വന്നത് ആഭ്യന്തര കുടിയേറ്റമായിട്ടാണ് അല്ലെ, ആഭ്യന്തരം. ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നടത്തുന്ന കുടിയേറ്റങ്ങളെ സംസ്ഥാനാന്തര കുടിയേറ്റങ്ങൾ. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ ആണ് അല്ലെ, ഇവർ അവരുടെ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്നു. ഇതിനെ നമുക്ക് പറയാം സംസ്ഥാനാന്തര കുടിയേറ്റം. സംസ്ഥാനങ്ങൾക്കുള്ളിൽ ജനങ്ങൾ വിവിധ കാരണങ്ങളാൽ മാറി താമസിക്കുന്നതിനെ സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടുന്നു, ജോലി കിട്ടി നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലാണ് പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ നിങ്ങൾ നടത്തുന്നത് സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം എന്നാണ്. ഇനി ജില്ലാ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ ജില്ലാന്തര കുടിയേറ്റങ്ങൾ. ഇനി ജില്ലയുടെ അതിർത്തി വിട്ടാണ് ഒരാൾ പോകുന്നതെങ്കിൽ അതിനെ ജില്ലാന്തര കുടിയേറ്റം. അപ്പൊ നിങ്ങൾ കൊല്ലത്ത് താമസിക്കുന്നത് നിങ്ങൾ കോഴിക്കോട് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ അത് ജില്ലാ അതിർത്തി കുടിയേറ്റമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ, ഒരു മിനിറ്റ്, അതിർത്തിക്കുള്ളിൽ എന്നാണോ പറഞ്ഞത്? അതിർത്തി കടന്നുള്ള, മനസ്സിലായോ? അത് സിമ്പിൾ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്, അതൊന്നും തെറ്റിക്കരുത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുണ്ടായ വൻതോതിലുള്ള കർഷക കുടിയേറ്റങ്ങൾ ജില്ലാന്തര കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലെ. ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് വന്നു, ജില്ലാന്തര കുടിയേറ്റം. വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ജനങ്ങൾ കുടിയേറി പാർക്കാറുണ്ട്. ഇത്തരം കുടിയേറ്റങ്ങളെ ജില്ലാ ആഭ്യന്തര കുടിയേറ്റം. അപ്പോൾ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ, ഇപ്പോൾ മലപ്പുറത്തെ ഒരു പ്രദേശത്ത് നിന്ന് മലപ്പുറത്ത് തന്നെ മറ്റൊരു പ്രദേശത്തേക്ക് നിങ്ങൾ മാറി താമസിക്കുകയാണെങ്കിൽ ജില്ലാ ആഭ്യന്തര കുടിയേറ്റം. ഇപ്പോൾ വിവാഹം കഴിച്ച് നമ്മൾ താമസം മാറുമ്പോഴെല്ലാം ജില്ലാ ആഭ്യന്തര കുടിയേറ്റമാണ് നടക്കുന്നത്. മേൽപ്പറഞ്ഞ എല്ലാത്തരം കുടിയേറ്റങ്ങൾക്കും 4 വിധത്തിലുണ്ട്. ഒന്നെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ നഗരത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക്. ഇങ്ങനെ 4 വിധത്തിലുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രാമം ടു ഗ്രാമം, ഗ്രാമം ടു നഗരം, നഗരം ടു നഗരം, നഗരം ടു ഗ്രാമം, അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈ കുടിയേറ്റം എന്തുകൊണ്ട് നടക്കുന്നു? നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ തന്നെ മറ്റ് നഗരങ്ങളിലേക്കും ധാരാളം ആളുകൾ കുടിയേറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ലോകത്തിലെ വികസിത മേഖലകളിലെ തൊഴിലവസരങ്ങളാണ് കുടിയേറ്റങ്ങളുടെ പ്രധാന കാരണം. 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ടായ വ്യാപക പെട്രോളിയം ഖനനം സൃഷ്ടിച്ച തൊഴിലവസരങ്ങളാണ് ഗൾഫ് മേഖലയിലുള്ള ഇത്തരം കുടിയേറ്റങ്ങളുടെ ആകർഷക ഘടകം. അപ്പോൾ ഗൾഫിലാണ് നമ്മുടെ മലയാളികൾ അധികവും പോകുന്നത് അല്ലേ, കാരണം അവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. സോ കുടിയേറ്റങ്ങളുടെ പ്രധാന ആകർഷക ഘടകം അഥവാ പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, തൊഴിലവസരം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവയൊക്കെ നമുക്ക് പറയാം. ദെൻ അഭയാർത്ഥി പ്രവാഹം, ഒരു പത്ര കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. യൂറോപ്പിലേക്ക് വൻ അഭയാർത്ഥി പ്രവാഹം. ടെൽ അവീവ് 2015 സെപ്റ്റംബർ 10. മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത വിധം അഭയാർത്ഥി പ്രവാഹത്തിന് യൂറോപ്പ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്പിലേക്ക് അഭയാർത്ഥികളായി എത്തിയിട്ടുള്ളത്. സിറിയയിലെ രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും രക്ഷ തേടിയാണ് ഇവരുടെ പലായനം. അപ്പോൾ കുടിയേറ്റം എന്നുള്ളത് ജോലിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും തേടി മാത്രമല്ല, എന്തായിട്ടും വരാറുണ്ട്, നിർബന്ധിതരായിട്ട് ഒരു രാജ്യം വിട്ട് വരാറുണ്ട്. സോ അതിനെയൊക്കെ നമ്മൾ പലായനമെന്നോ അല്ലെങ്കിൽ അഭയാർത്ഥി പ്രവാഹം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വാർത്താശകലം ശ്രദ്ധിച്ചല്ലോ, സിറിയയിലെ ആഭ്യന്തര കലാപം കാരണം ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ്. അപ്പോൾ ഇവിടെ അഭയാർത്ഥികൾ എന്നാണ് നമ്മൾ അവരെ കുറിച്ച് പറയുക. അഭയാർത്ഥികൾ സുരക്ഷിതവാസത്തിനായി യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. ഈ കുടിയേറ്റത്തിന് കാരണമായ നിർബന്ധിത ഘടകം വിഭവ ദൗർലഭ്യം. അവരുടെ രാജ്യത്ത് അവർക്ക് പറ്റിയിട്ടുള്ള റിസോഴ്സ് ഇല്ല, തൊഴിലില്ല, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, അവിടെ ജീവൻ നിലനിർത്താൻ തന്നെ അവരെ കൊണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ, ഇതെല്ലാം കാരണമായിട്ട് കുടിയേറ്റത്തിന് ആളുകൾ നിർബന്ധിതരാകാറുണ്ട്. ചില പ്രദേശങ്ങളിലെ ആകർഷക ഘടകങ്ങളാൽ ജനങ്ങൾ സ്വന്തം താല്പര്യത്തോടെ നടത്തുന്ന കുടിയേറ്റങ്ങളെ ആകർഷക കുടിയേറ്റങ്ങൾ. ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ ആകർഷക ഘടകങ്ങളുണ്ട്, അപ്പോൾ അവിടെ നല്ല ജോലി കിട്ടും, അത് കണ്ടിട്ട് ജോലി കിട്ടും എന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടും എന്ന് കണ്ടിട്ട് അതിൽ ആകർഷിച്ചു പോകുന്നതിനെ നമ്മൾ ആകർഷക കുടിയേറ്റങ്ങൾ അഥവാ വോളണ്ടറി മൈഗ്രേഷൻ, അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ്. എന്നാൽ
തൻ്റെ രാജ്യത്ത് പ്രതികൂല സാഹചര്യം, ഇപ്പം യുദ്ധം വന്നു അല്ലെങ്കിൽ അവിടെ കലാപം നടക്കുന്നു, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അപ്പം നിർബന്ധിത സാഹചര്യമാകും. പ്രതികൂല സാഹചര്യങ്ങളിലാൽ നിർബന്ധിതമായി നടക്കുന്ന കുടിയേറ്റങ്ങളെ നിർബന്ധിത കുടിയേറ്റം അഥവാ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നു. ഇനി ഈ കുടിയേറ്റങ്ങൾ പലതരത്തിലായിരിക്കും നമ്മളെ സ്വാധീനിക്കുന്നത്. കുടിയേറ്റത്തിൻ്റെ ഫലങ്ങൾ. മനുഷ്യവിഭവത്തിൻ്റെ പുനർസംഘാടനമാണ് കുടിയേറ്റത്തിലൂടെ സംഭവിക്കുന്നത്. ഇത് കുടിയേറ്റക്കാരുടെ പ്രഭാവ സ്ഥലങ്ങളിലും കുടിയേറി പാർക്കുന്ന പ്രദേശങ്ങളിലും സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ നിർണായക മാറ്റങ്ങൾക്ക് കാരണമാകും. എന്താണ് കുടിയേറ്റത്തിൻ്റെ ഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആസൂത്രണം വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ അനുസരിച്ചാണ് അല്ലേ. അപ്പോൾ കുറച്ച് ആളുകൾ കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്ലാനിങ്ങിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ആൾ കൂടുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആൾ കൂടുമ്പോൾ, കുടിയേറ്റത്തിലൂടെ ആളുകൾ കൂടുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനുഷ്യ വിഭവ കൈമാറ്റം സാധ്യമാകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ വിഭവം മാറുകയാണല്ലേ. അപ്പോൾ അവിടെ കൈമാറ്റം വരുന്നു. മാതൃരാജ്യത്തേക്ക് വിദേശ നാണ്യം ലഭ്യമാകുന്നു. അപ്പോൾ ഗൾഫിൽ പോയി ആളുകൾ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ശമ്പളം എവിടേക്കാണ് വരുന്നത്? മാതൃരാജ്യത്തേക്കാണ് വരുന്നത്. അതാണ് മാതൃരാജ്യത്തേക്ക് വിദേശ നാണ്യം ലഭ്യമാക്കുന്നു. ചില പ്രദേശങ്ങളിൽ അമിത ജനസംഖ്യയ്ക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ വന്ന് താൽക്കാലികമായിട്ട് താമസിച്ചാലും അവിടെ ജനസംഖ്യ കൂടും. അപ്പോൾ ചില പ്രദേശങ്ങളിൽ അമിത ജനസംഖ്യയ്ക്ക് വഴിതെളിക്കുന്നു. ദെൻ അത് എന്ത് ചെയ്യുന്നു? വിഭവ ദൗർലഭ്യത്തിന് വേണ്ടത്ര റിസോഴ്സ് ഇവിടെ ഉണ്ടാവില്ല, ആൾ കൂടുതലാണ്. ദെൻ സാങ്കേതിക വിദ്യയിൽ കൈമാറ്റം ലഭിക്കുന്നു, തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു, ജനങ്ങൾക്കിടയിൽ സാമൂഹ്യ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നു. ജനങ്ങൾക്കിടയിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ അല്ലെ. പുറം നാട്ടിലെ ആളുകൾ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യില്ല, അധികം ലിങ്ക് ചെയ്യില്ല, ഇൻട്രാക്ട് ചെയ്യില്ല. അപ്പോൾ സാമൂഹിക ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നു. ചേരികളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. അഭയാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ അവർ കുടിയേറി പാർത്ത സ്ഥലങ്ങൾ ചേരികളാകുന്നു, ചേരികളായിട്ട് മാറുന്നു. അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. ദെൻ കുടിയേറ്റത്തിൽ പോസിറ്റീവ് നെഗറ്റീവും പറയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്നു. ജനസംഖ്യയിലെ സ്ത്രീ പുരുഷ സന്തുലനം ഇല്ലാതാകുന്നു. അഭ്യസ്ത വിദ്യരുടെയും യുവാക്കളുടെയും സേവനം രാജ്യത്തിന് നഷ്ടമാകുന്നു അല്ലെ. ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇവിടെ അവസരം കിട്ടാത്തതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പം നമുക്ക് അഭ്യസ്ത വിദ്യരായ യുവാക്കളുടെ സേവനം നഷ്ടമാകുന്നു. വിഭവ ചൂഷണം ഉണ്ടാകുന്നു. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ തീവ്രത കൂടുന്നു. ആൾ കൂടുന്നതനുസരിച്ച് മലിനീകരണം സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒരേപോലെയുണ്ട് കുടിയേറ്റത്തിന്. ദെൻ വാസസ്ഥലങ്ങൾ, സെറ്റിൽമെൻറ്റ്സ്. മനുഷ്യൻ്റെ കാർഷിക സംസ്കാരത്തിന് ഏകദേശം 12,000 വർഷത്തിൻ്റെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആവശ്യമായ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൃഷിയിടങ്ങളോട് ചേർന്ന് പാർപ്പിടങ്ങൾ രൂപപ്പെട്ടു. പിൽക്കാലത്തുണ്ടായ വിവിധ മനുഷ്യ പ്രവർത്തനങ്ങളും കുടിയേറ്റങ്ങളും വ്യത്യസ്ത തരത്തിൽ പാർപ്പിടങ്ങൾ രൂപം കൊള്ളാൻ കാരണമായി. സ്ഥിരമായോ താൽക്കാലികമോ ആയി വിവിധ വലിപ്പത്തിൽ കാണപ്പെടുന്ന പാർപ്പിടങ്ങളുടെ കൂട്ടത്തെയാണ് വാസസ്ഥലങ്ങൾ. അപ്പോൾ സ്ഥിരമായോ താൽക്കാലികമായോ നിർമ്മിക്കപ്പെട്ട വിവിധ വലിപ്പത്തിൽ കാണപ്പെടുന്ന പാർപ്പിടങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വീടുകളുള്ള ഒരു സ്ഥലം അത് തന്നെയാണ് വാസസ്ഥലം. അപ്പോൾ പാർപ്പിടങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അനുകൂല കാലാവസ്ഥ, ജലലഭ്യത, പിന്നെ കൃഷി സാധ്യത, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത, ഇതൊക്കെ നമ്മൾ നോക്കുന്നു. ജനസംഖ്യ, പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യവാസ സ്ഥലങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഗ്രാമീണ വാസസ്ഥലങ്ങളുമുണ്ട്, നഗരവാസസ്ഥലങ്ങളുമുണ്ട്. ഗ്രാമങ്ങളും നഗരങ്ങളും അല്ലേ. അപ്പോൾ ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ പ്രത്യേകത താരതമ്യേന കുറഞ്ഞ ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായ പ്രദേശങ്ങളെ ഗ്രാമീണ വാസസ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രാദേശികമായി ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയാണ് പൊതുവെ പാർപ്പിടങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നു. ഇപ്പോൾ ഗ്രാമവാസ സ്ഥലങ്ങളെന്ന് നമുക്ക് പലതും പറയാൻ കഴിയില്ല അല്ലേ. ഗ്രാമവാസ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന, അതേപോലെ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, അതായത് ആ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആ സിമെൻറ്റും കമ്പിയും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പണ്ടത്തെ ഓലമേഞ്ഞ വീട്, ഓടുമേഞ്ഞ വീടൊക്കെയാണ് ഗ്രാമവാസ സ്ഥലങ്ങളെന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നത്. അതാണ് ഗ്രാമവാസ സ്ഥലങ്ങൾ. വിവിധ തരം ഗ്രാമവാസ സ്ഥലങ്ങളുണ്ട്. പാർപ്പിടങ്ങളുടെ വിന്യാസ രീതിക്കനുസരിച്ച് പൊതുവെ 2 തരത്തിൽ ഗ്രാമീണ വാസസ്ഥലങ്ങൾ കാണപ്പെടുന്നു. ചിത്രം നോക്കുന്നു, ഇവിടെ കണ്ടില്ലേ. ഇതിൽ പാർപ്പിടങ്ങൾ തമ്മിലുള്ള അകലത്തിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ കുറച്ച് അകലം കാണാം അല്ലേ. ദെൻ ഇവിടെ അനുകൂല സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളിൽ വളരെ അടുത്തായി നിരവധി പാർപ്പിടങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നു. ഇത്തരം ജനവാസ മേഖലകളെ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. അപ്പോൾ അനുകൂല സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ വീടുകൾ വളരെ അടുത്താണ് കാണുന്നത്, ഇവിടെ തിങ്ങിപ്പാർത്താണ് കാണുന്നത്. ഇതിന് നമ്മൾ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നു.
ഇനി ഇവിടെ നോക്കൂ, വീട് അങ്ങിങ്ങായിട്ടാണ് കാണുന്നത്, നല്ല ഗ്യാപ്പുണ്ട് അല്ലേ. ഫലപുഷ്ടമായ നദീതട സമതലങ്ങളിൽ ഇത്തരം വാസസ്ഥലങ്ങൾ, തിങ്ങിപ്പാർക്കുന്ന വാസസ്ഥലങ്ങൾ കാണുന്നത് തടങ്ങളിലൊക്കെ ആണ്. ജനങ്ങൾക്കിടയിലെ ഉയർന്ന സാമൂഹിക ബന്ധവും തൊഴിലിലെ സമാന സ്വഭാവവും ഇത്തരം വാസസ്ഥലങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരം വാസസ്ഥലങ്ങളിൽ ആളുകളെല്ലാം ഏകദേശം ഒരേ തൊഴിലിലായിരിക്കും ഉണ്ടാവുക, അവർ പരസ്പരം നല്ല സാമൂഹിക ബന്ധത്തിൽ ആയിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ സ്ഥലം നോക്കൂ. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ പാർപ്പിടങ്ങൾ പരസ്പരം അകന്ന് സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകളെ വിസരിത വാസസ്ഥലങ്ങൾ അവിടെ നേരത്തെ കൊടുത്തിരിക്കുന്നിടത്ത് വീടുകൾ അടുത്താണ് അല്ലേ, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കി നോക്കുമ്പോൾ വീടുകളെല്ലാം തിങ്ങിപ്പാർത്താനുള്ളത് അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഓരോ വീടും തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ഇവയെ നമ്മൾ വിസരിത വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നു, ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെന്റ്സ്. നിമ്മോന്നതമായ ഭൂപ്രകൃതിയും മറ്റു പ്രതികൂല സാഹചര്യങ്ങളും. അപ്പോൾ ഭൂപ്രകൃതിയും അനുകൂലമല്ല, സാഹചര്യങ്ങളും പ്രതികൂലമാണ്. അപ്പോൾ ഇവിടെ ജനങ്ങൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ആരാധനാലയങ്ങൾ, കമ്പോളങ്ങൾ തുടങ്ങിയ സാംസ്കാരിക സവിശേഷതകൾ ഇവിടെ ജനങ്ങളെ പരസ്പരം കൂട്ടിയിണക്കുന്നു. അപ്പോൾ ഇവിടെ ആളുകൾ തമ്മിൽ ബന്ധപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, അവയാണ് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ വീടുകൾ പൂർണ്ണമായും കേന്ദ്രീകൃതമോ വിസ്തൃതമോ അല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട്. ഇത്തരം വാസസ്ഥലങ്ങളെ അർദ്ധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. അപ്പോൾ ഈ മേൽ പറയപ്പെട്ട രീതിയിലല്ലാതെ കുറച്ചടുത്താണ് അല്ലെ, വീടുകൾ പൂർണ്ണമായും കേന്ദ്രീകൃതമോ വിസ്തരിതമോ അല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട്, അവയെ നമ്മൾ അർദ്ധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. അപ്പോൾ വീടുകൾ തമ്മിൽ ഒരുപാട് അകലെയല്ല, എന്നാൽ തിങ്ങിപ്പാർത്തതുമല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ. ഇപ്പോൾ ഒക്കെ അർദ്ധകേന്ദ്രീകൃത വാസസ്ഥലങ്ങളാണ് കൂടുതലുള്ളത് അല്ലേ. ഉയർന്ന ജനസംഖ്യയും സ്ഥലപരിമിതിയും കാരണം കേരളത്തിൽ മേൽപ്പറഞ്ഞ തരത്തിൽ ഗ്രാമീണ വാസസ്ഥലങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല എന്നോർക്കുമല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അല്ലേ. ഗ്രാമീണ വാസസ്ഥല മാതൃകകൾ, യാത്രാ സൗകര്യം, ജലലഭ്യത തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ അടിസ്ഥാനമാക്കി കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ വ്യത്യസ്ത ആകൃതിയിൽ പ്രാപിക്കുന്നു. ഒരു കൂട്ടം പാർപ്പിടങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വീക്ഷിച്ചാൽ വിവിധ ആകൃതിയിൽ ദൃശ്യമാകും. ഇത്തരം ചില ആകൃതികൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ പാർപ്പിടങ്ങളെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പല ആകൃതികളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവ കൂടാതെ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ചതുരാകൃതി, ത്രികോണാകൃതി തുടങ്ങിയ വിവിധ മാതൃകകളിലുള്ള ഗ്രാമീണ വാസസ്ഥലങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളൊരു മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരും. ഇവിടെ നോക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് അല്ലേ, ഇത് റൗണ്ട് ഷേപ്പാണ്, വൃത്താകൃതിയാണ്. ഇവിടെ വരുമ്പോൾ രേഖീയം അല്ലേ, രേഖീയം ഒരു ലൈനാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ആകൃതി വരുന്നുണ്ട്, രണ്ടിൽ കൂടുതൽ തരത്തിലുള്ള ആകൃതികൾ വരാറുണ്ട്. അപ്പോൾ രേഖീയ മാതൃക എന്ന് പറയുമ്പോൾ റോഡ്, നദി, തീരരേഖ എന്നിവയ്ക്ക് സമാന്തരമായിട്ട്, അപ്പോൾ ഒരു നദി ഇങ്ങനെയുണ്ട്, ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീടുകൾ വരുന്നു, ഇതാണ് രേഖീയം. വൃത്താകൃതി എന്ന് പറയുമ്പോൾ ജലാശയം, മേച്ചിൽപ്പുറങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ സവിശേഷതകളെ ചുറ്റിപ്പറ്റി. അപ്പോൾ ഇവിടെ ഒരു ജലാശയമുണ്ട്, അതിന് ചുറ്റും വീടുകൾ ഇങ്ങനെ വരുന്നു, അതാണ് വൃത്താകാര മാതൃകകൾ. ഇനി നക്ഷത്ര മാതൃകയുണ്ട്. വിവിധ റോഡുകൾ സന്ധിക്കുന്ന ഇടങ്ങളിൽ നക്ഷത്ര, അപ്പോൾ ഇവിടെ ഒരുപാട് റോഡുകളുണ്ട്, അപ്പോൾ ആ റോഡുകൾ കേന്ദ്രീകരിച്ച് അപ്പുറത്തും ഇപ്പുറത്തേക്കായിട്ട് ഒരു നക്ഷത്ര ആകൃതിയിലുണ്ട്. അപ്പോൾ മൂന്ന് ആകൃതികളിലാണ് പ്രധാനമായിട്ടും ഗ്രാമത്തിലെ വാസസ്ഥലങ്ങൾ വരുന്നത്. രേഖീയ മാതൃക, വൃത്താകാര മാതൃക, ദെൻ നക്ഷത്ര മാതൃക. ഇനി നഗരവാസസ്ഥലങ്ങൾ പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര, ഇവിടെ കാർഷികമല്ല കാർഷികേതര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായിട്ടുള്ള പാർപ്പിട സമുച്ചയങ്ങളെ നഗരവാസസ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നു. നഗരവാസസ്ഥലങ്ങൾ പൊതുവെ കേന്ദ്രീകൃത വാസസ്ഥലങ്ങളാണ്. ഗ്രാമീണ മേഖലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാമ്പത്തിക സാംസ്കാരിക സാഹചര്യങ്ങളാണ് നഗരവാസസ്ഥലങ്ങളിൽ ഉള്ളത്. ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ വ്യാവസായിക സേവന മേഖലകളിലേക്കുള്ള ജനസംഖ്യാ മാറ്റത്തെ നഗരവൽക്കരണം എന്ന് പറയുന്നു. ഇപ്പോൾ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും വ്യാവസായിക സേവന മേഖലകളിലേക്കുള്ള മാറ്റത്തെ, ജനസംഖ്യാ മാറ്റത്തെ പറയുന്ന പേരാണ് നഗരവൽക്കരണം അഥവാ അർബണൈസേഷൻ. നഗരവൽക്കരണത്തിലൂടെ നഗര ജനസംഖ്യ എക്കാലവും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 31.16%. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നഗര ജനസംഖ്യാനുപാതത്തിൽ വ്യത്യാസം നിലനിൽക്കുന്നു. 62.17% നഗര ജനസംഖ്യയുള്ള ഗോവയാണ് ഒന്നാം സ്ഥാനം.
ഹിമാചൽ പ്രദേശ് ഏറ്റവും പിന്നിലാണ് 10.04. കേരളമാകട്ടെ 47.72. ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിൽ നഗര ജനസംഖ്യ 97.50 ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പൊതുവെ ഉയർന്ന നഗര ജനസംഖ്യയാണ് ഉള്ളത്. അപ്പോൾ കണക്കുകൾ എന്ത് ചെയ്യേണ്ട, ഈ കണക്കുകൾ നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിൽ താഴെ പറയുന്ന മാനദണ്ഡങ്ങളാണ് വാസസ്ഥലത്തിന് നഗര പദവി നൽകുന്നത്. അപ്പോൾ നഗര പദവി കിട്ടണമെങ്കിൽ 5000-ൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടാകണം, ചതുരശ്ര കിലോമീറ്ററിൽ 400-ലധികം ജനസാന്ദ്രത ഉണ്ടാകണം, 75%-ലധികം പേർ കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കണം. അപ്പോൾ 5000-ലധികം ജനസംഖ്യ ഉണ്ടാകണം, 400-ൽ കൂടുതൽ ജനസാന്ദ്രത ഉണ്ടാകണം, 75%-അധികം പേർ കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അപ്പോൾ ഈ കണക്ക് പ്രകാരം നോക്കുമ്പോൾ നമുക്ക് മിക്കതും നഗരപ്രദേശങ്ങളായിട്ടാണ് ഇപ്പോൾ വരുന്നത് അല്ലേ. കൂടാതെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയ നഗരഭരണ കേന്ദ്രങ്ങളെയും സൈനിക പാളയങ്ങളെയും മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ തന്നെ നഗരങ്ങളാക്കി പറയുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, നഗരഭരണ കേന്ദ്രങ്ങൾ, സൈനിക പാളയങ്ങളെല്ലാം നഗരപ്രദേശങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ നഗരങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 6 തരംതിരിക്കാം. ക്ലാസ് 1, 2, 3, 4, 5, 6 അല്ലേ. 1,00,000-ൽ കൂടുതലാണ് എങ്കിൽ ക്ലാസ് 1. 50,000 മുതൽ 1,00,000 ആണെങ്കിൽ ക്ലാസ് 2. 20,000 മുതൽ 50,000 വരെ ആണെങ്കിൽ ക്ലാസ് 3. 10 മുതൽ 20 ആണെങ്കിൽ ക്ലാസ് 4. 5,000 മുതൽ 10,000 വരെ ആണെങ്കിൽ 5. 5,000-ൽ താഴെ ആണെങ്കിൽ 6. ഇത് നിങ്ങൾ എളുപ്പത്തിന് പഠിച്ചു കേട്ടോ. 1,00,000, ദെൻ 1,50,000 അഥവാ 50 മുതൽ 1, ദെൻ 20 മുതൽ 50, 10 മുതൽ 20, 5 മുതൽ 10, 5 ഇങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. എളുപ്പത്തിന് പഠിച്ചു വെക്കുക. ജനസംഖ്യാ വലിപ്പം അനുസരിച്ച് നഗരപ്രദേശങ്ങളുടെ പേരുകൾ മാറുന്നുണ്ട്. പട്ടണമെന്നും മെഗാനഗരം, നഗരം, മെട്രോപൊളിറ്റൻ നഗരം അല്ലെ, മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പട്ടണം എന്ന് പറഞ്ഞാൽ 1,00,000-ൽ താഴെ ജനസംഖ്യകൾ ഉള്ള ചെറിയ നഗരപ്രദേശങ്ങളാണ് പട്ടണം. ഇനി അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50,00,000-ലധികം ജനസംഖ്യയുള്ളതാണ് നഗര സമുച്ചയം. അപ്പോൾ ആദ്യം പട്ടണം, 1,00,000-ൽ താഴെയുള്ളത് പട്ടണം. ഇനി 1,00,000-ലധികം ഉണ്ട് എങ്കിൽ, അഥവാ 10,00,000-ൽ താഴെ, 1,00,000-ലധികമാണ്, അപ്പോൾ 1 to 10,00,000 ആണ് എങ്കിൽ അത് നഗരം. 1,00,000 ആണ് എങ്കിൽ പട്ടണം, 1 to 10 ആണെങ്കിൽ നഗരം. ഇനിയോ 10 to 50 ആണെങ്കിൽ മെഗാനഗരം. ഓക്കെ അല്ലേ. ഇനി 10,00,000-ലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളെയാണ് മെട്രോപൊളിറ്റൻ. അനേകം നഗരങ്ങൾ ചേർന്നാണ് മെഗാനഗരം കേട്ടോ. അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50,00,000-ലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയം. അപ്പോൾ നഗരങ്ങളുടെ കൂട്ടമാണ് മെഗാനഗരം. ഇനി മെട്രോപൊളിറ്റൻ എന്ന് പറയുന്നത് നഗരങ്ങളുടെ കൂട്ടമല്ല, 10,00,000-ലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളെയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ദെൻ ഇവിടെ ആ ഒരു നഗരങ്ങളുടെയൊക്കെ മാപ്പ് തന്നിട്ടുണ്ട്. സേവനങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നഗരങ്ങളെ വേർതിരിക്കാറുണ്ട്. നഗരങ്ങളെ അവ നൽകുന്ന പ്രധാന സേവനങ്ങളുടെ അടിസ്ഥാനത്തിലും തരംതിരിക്കാം. ഇന്ത്യയിലെ വിവിധ വിഭാഗം നഗരങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഭരണം, സേവനങ്ങൾ, ധർമ്മം, അടിസ്ഥാനങ്ങൾ, ഇവയുടെ സേവനങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നഗരങ്ങളെ വിവിധങ്ങളായിട്ട് തിരിക്കുന്നു. ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിനഗർ, ശ്രീനഗർ, ഇതൊക്കെ ഭരണാടിസ്ഥാനത്തിലാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. വ്യവസായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൂഗ്ലി, കോയമ്പത്തൂർ വ്യവസായത്തിൻ്റെ മേലാണ് അറിയപ്പെടുന്നത്. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ മേൽ അറിയപ്പെടുന്ന നഗരം അലിഗഡ്. ഇനി സുഖവാസ കേന്ദ്രത്തിൻ്റെ മേൽ അറിയപ്പെടുന്നത് നൈറ്റിനാൾ, സിംല. ഇനി മത സാംസ്കാരിക മേഖലയുടെ മേൽ അറിയപ്പെടുന്ന ഹരിദ്വാർ, മധുര പോലുള്ള നഗരപ്രദേശങ്ങൾ. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഈ നഗരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറ്റം 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ്. വലിയ നഗരങ്ങളിലെല്ലാം അവയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും കൂടുതൽ ജനങ്ങളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരവൽക്കരണം പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അവ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. നഗരങ്ങളിൽ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങളാണ് ചേരികൾ, ഗതാഗത പ്രശ്നം, മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നഗരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളിൽ നഗരവൽക്കരണം അതിവേഗത്തിൽ വർദ്ധിച്ചു വരുന്നു. നഗരവൽക്കരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി. ഇവയെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് നിയന്ത്രിക്കണം. അതിനുവേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ നോക്കണം. നഗരാസൂത്രണവും മാലിന്യ സംസ്കരണവും ഒക്കെ അതിനു വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളാണ്. സോ ഇന്ന് നമ്മൾ
ജനസംഖ്യ, ജനസാന്ദ്രത, നഗര ഗ്രാമപ്രദേശങ്ങൾ, വാസസ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സോ നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.